ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC സ്റ്റാർട്ട് സ്മാർട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നെറ്റ് എക്സാമിൻ്റെ മുൻവർഷ ചോദ്യമായിട്ടുള്ള 2006 ഡിസംബറിൽ നടത്തിയ 50 ചോദ്യങ്ങളിൽ ആദ്യത്തെ 25 ചോദ്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടായിട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, ഒന്നാമത്തെ ചോദ്യം. The title The Sound and the Fury is taken from ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓപ്ഷൻ ബി മാക്ബത്ത്. ഓക്കെ, അപ്പോൾ ദ ടൈറ്റിൽ ഓഫ് ദി നോവൽ ഈസ് ടേക്കൺ ഫ്രം ദ മാക്ബത്ത് ഫേമസ് സോളിലോക്കി അല്ലേ, അദ്ദേഹത്തിൻ്റെ മാക്ബത്തിൻ്റെ വില്യം ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൽ നിന്നും എടുത്തിരിക്കുന്നതാണ്. അത് ഫേമസ് സോളിലോക്കി ആക്ട് 5 സീൻ 5-ലാണ് ഇത് ഉള്ളത്, ഈ ഒരു ടൈറ്റിൽ കിട്ടുന്നത്. ശരി, ഇനി ആ കൃതി ദ സൗണ്ട് ആൻഡ് ദ ഫ്യൂറി ആരാ എഴുതിയത്? വില്യം ഫോക്നർ അല്ലേ. ഏത് വർഷമാണ് അത് പബ്ലിഷ് ചെയ്തത്? 1925. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. രണ്ടാമത്തെ ചോദ്യം. പിക്കോള ഇസ് എ ക്യാരക്ടർ ഇൻ ആൻസർ ഓപ്ഷൻ എ ദ ബ്ലൂ ഐസ്. ഇത് ആരുടെ നോവലാണ്? ടോണി മോറിസൺ അല്ലേ. ഫസ്റ്റ് നോവൽ ബൈ ദ അമേരിക്കൻ ഓതർ ടോണി മോറിസൺ, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1970. ഓക്കെ, ഈ സ്റ്റോറി ആരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ള ഓർക്കുക. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഇയർ ഇൻ ദ ലൈഫ് ഓഫ് യങ് ബ്ലാക്ക് വുമൺ. ഓക്കെ, ബ്ലാക്ക് ഗേൾ, വി ക്യാൻ സേ ബ്ലാക്ക് ഗേൾ. അവൾക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ഹൂ ഡെവലപ്സ് ആൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഡ്യൂ ടു ഹെർ ഐ കളർ ആൻഡ് സ്കിൻ അപ്പിയറൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ബ്ലൂവെസ്റ്റ് ഐ എന്ന് പറഞ്ഞ നോവലിലുള്ള കാര്യങ്ങൾ. അത് എഴുതിയത് ടോണി മോറിസൺ ആണ്. വർഷം 1970. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് വാസ് അസോസിയേറ്റഡ് വിത്ത് ബ്ലൂംസ്ബറി ഗ്രൂപ്പ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വെർജീനിയ വുൾഫ്. ദ ബ്ലൂംസ്ബറി ഗ്രൂപ്പ് വാസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് ഓഫ് അസോസിയേറ്റഡ് ഇംഗ്ലീഷ് റൈറ്റേഴ്സ്. ആരൊക്കെയാണ്? ഒന്ന് വെർജീനിയ വുൾഫ്, അടുത്തത് ജോൺ മെയ്നാർഡ് കെയ്ൻസ്, E.M. ഫോസ്റ്റർ ആൻഡ് ലിറ്റൻ സ്റ്റാർച്ചി. ഓക്കെ, അപ്പോൾ സ്ട്രാച്ചി, ലിറ്റൻ സ്ട്രാച്ചി ഉണ്ട്, E.M. ഫോസ്റ്റർ ഉണ്ട്, ജോൺ മെയ്നാർഡ് കെയ്ൻസ് ഉണ്ട്, ആൻഡ് വെർജീനിയ വുൾഫ്. ഇവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പാണ് അല്ലെ ഇംഗ്ലീഷ് റൈറ്റേഴ്സിൻ്റെ. അത് ആ ഗ്രൂപ്പിനെയാണ് പറയുന്നത് ബ്ലൂംസ്ബറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അവർ ഇൻ്റലക്ച്വൽ ആണ്, ഫിലോസഫേഴ്സ് ആണ്, ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടേഴ്സ് അപ്പിയേഴ്സ് ഇൻ ദ വെയിറ്റിംഗ് ഓഫ് ഫോർ ഗോഥോ? ഓപ്ഷൻ ബി ആണ്, ലക്കി ആണ് ഇതിലെ ക്യാരക്ടർ. നമുക്ക് ഇപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷനിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈസ് എ ക്യാരക്ടർ ഫ്രം സാമുവൽ ബക്കറ്റ് അല്ലേ. വെയിറ്റിംഗ് ഫോർ ഗോദോ റിട്ടൺ ബൈ സാമുവൽ ബക്കറ്റ്, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1953. ഹി ഈസ് എ സ്ലേവ് ടു ദ ക്യാരക്ടർ പോസോ. പോസോയുടെ സ്ലേവ് ആയിട്ടാണ് ലക്കി അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, അബൌട്ട് ഹൂം ഡിഡ് T.S. Eliot write എ തോട്ട് ടു ഹിം വാസ് ആൻ എക്സ്പീരിയൻസ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അപ്പോൾ പ്രധാന പോയിന്റ്സ്. T.S. Eliot used the term disassociation of sensibility in his first essay. അപ്പോൾ ഈ ഡിസസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എസ്സേ മെറ്റാഫിസിക്കൽ പോയറ്റ്സിലാണ് അത് അപ്പിയർ ചെയ്യുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ വേ ഓഫ് വിച്ച് ഇന്റലക്ച്വൽ തോട്ട് വാസ് സെപ്പറേറ്റഡ് ഫ്രം ദ എക്സ്പീരിയൻസ് ഓഫ് ഫീലിംഗ് ഓഫ് ദി 17th century പോയട്രി അല്ലേ. 17th century പോയട്രിയിൽ എന്താണ് നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്നതെന്നാണ് നമ്മുടെ T.S. Eliot പറയുന്നത്. യെസ്, ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ഓഫ് ഇൻ്റലക്ച്വൽ തോട്ട് അല്ലേ. ആ ഒരു പോയറ്റിക് എക്സ്പീരിയൻസിൽ 17th century പോയറ്റിക് എക്സ്പീരിയൻസിൽ കാണാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഇത് ആരെയാണ് റെഫർ ചെയ്യുന്നത്? ദ എലിയറ്റ് എക്സ്പ്രസസ് വ്യൂസ് ഫോർ ഡൺ. ഓക്കെ, ജോൺ ഡൺ ആയിട്ടാണ് T.S. Eliot ഈ പറഞ്ഞ തോട്ട് ഓഫ് എ തോട്ട് ടു ഹിം വാസ് ആൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കോട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ T.S. Eliotന്റെ മെറ്റാഫിസിക്കൽ പോയറ്റിലാണ് കാണുന്നത് എന്ന് നമുക്ക് പഠിച്ചു വയ്ക്കാം അല്ലേ, ഓർമ്മിച്ചു വയ്ക്കാം. അടുത്തത് ദ ലാസ്റ്റ് ബുക്ക് ഓഫ് ഗുലിവേഴ്സ് ട്രാവൽ. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇത് 4 പാർട്ടായിട്ടാണല്ലോ തന്നിട്ടുണ്ട്. പാർട്ട് 1 എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, ദ വോയേജ് ഓഫ് ലിലിപുട്ട്. പാർട്ട് 2 എന്ന് പറയുന്നത് സി, ദ വോയേജ് ഓഫ് ബ്രോഡിംഗ്നാഗ്. ആൻഡ് പാർട്ട് 3 എന്ന് പറയുന്നത് വോയേജ് ഓഫ് ലാപുട്ട. ലാസ്റ്റ് പാർട്ടാണ് വോയേജ് ഓഫ് എന്താണ് ഹോയനിംസ്. നമുക്ക് കൂടാതെ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക.
നമ്മുടെ ഇതിലെ പ്രധാന ക്യാരക്ടറാണ് നമ്മുടെ ല്യൂമൽ ഗലിവർ എന്ന് പറയുന്നത് അല്ലേ. ല്യൂമൽ പേര് LEMUEL, ല്യൂമൽ ഗലിവർ ഓർ ഗളിവർ. യെസ്, ഇതാണ് ഇവിടുത്തെ പ്രധാന. നമുക്ക് കൂടുതൽ പറയുകയാണെങ്കിൽ he is a traveler into several remote nations of the world. He travels into several remote nations of the world in 4 parts. First as a surgeon, then as a captain of several ships, commonly known as Gulliver's Travel. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് in 1726 and it was amended in 1735. Okay, is a satire. ഇതൊരു satire ആണ് by the Anglo-Irish writer and the clergy ജോനത്തൻ സ്വിഫ്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ പേര് നമുക്ക് കിട്ടി. ഓക്കെ, ല്യൂമൽ ഗുലിവർ. അദ്ദേഹം ഒരു സർജനായിട്ടും പിന്നെ ക്യാപ്റ്റൻ ഓഫ് ഷിപ്പായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു കോമൺലി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം ഒരു 4 ഭാഗങ്ങളിലായിട്ട് വേൾഡിൻ്റെ 4 പാർട്സിലായിട്ട് അയാൾ യാത്ര ചെയ്യുന്നു. അതിനെക്കുറിച്ച് കളിയാക്കിയുള്ള ഒരു ആംഗ്ലോ ഐറിഷ് റൈറ്ററിൻ്റെ നമ്മുടെ ക്ലർജി മാൻ ആയിട്ടുള്ള ജോനത്തൻ സ്വിഫ്റ്റിൻ്റെ വർക്കാണിത്. ആ 4 പാർട്ടായിട്ടാണ്. പാർട്ട് 1 വോയേജ് ഓഫ് ലിലിപുട്ട്, പാർട്ട് 2 വോയേജ് ഓഫ് ബ്രോഡിംഗ്നാഗ് ആൻഡ് പാർട്ട് 3 വോയേജ് ഓഫ് ലാപുട്ട ആൻഡ് പാർട്ട് 4 ദ വോയേജ് ഓഫ് ഹയനിംസ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഹു എഡിറ്റഡ് ദ ടാൾട്ടർ? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ, അഡിസൺ ആൻഡ് സ്റ്റീൽ. അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ബ്രിട്ടീഷ് ലിറ്റററി ആൻഡ് സൊസൈറ്റി ജേർണൽ അല്ലേ. ഇതൊരു ബ്രിട്ടീഷ് ലിറ്റററി ആൻഡ് സൊസൈറ്റി ജേർണൽ ആണ് ബൈ റിച്ചാർഡ് സ്റ്റീൽ, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1970. പിന്നെ ഏതുവരെ, എത്ര വർഷം? അത് 2 വർഷം കൂടെ എന്ത് ചെയ്തു, അത് പബ്ലിഷിംഗ് തുടർന്നു എന്നുള്ളത് ഓർക്കുക. അപ്പോൾ റിച്ചാർഡ് സ്റ്റീലിൻ്റെ ബ്രിട്ടീഷ് ലിറ്റററി ആൻഡ് സൊസൈറ്റി ജേർണലാണ് ഓക്കെ ദ ടാൾട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ജോൺ ലോക്സ് essay concerning human understanding is about the nature of the human mind. Okay, അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നേച്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡ് ആണ്. അതിൽ ഓർക്കേണ്ട കാര്യം, an essay concerning human understanding is a work concerning the foundation of human knowledge. Okay, it's a foundation concerning the work of human knowledge, which was published or it appeared in the year 1689. Okay, ഓർത്ത് വയ്ക്കുക, ജോൺ ലോക്ക്, എസ്സേ കൺസേണിംഗ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ്, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1689. ക്ലിയർ അല്ലേ? ദ റെസ്റ്റോറേഷൻ കോമഡി മാർക്സ് ദ റെസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കിയാണ്. ഓർത്ത് വയ്ക്കുക. അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, റെസ്റ്റോറേഷൻ കോമഡി റെഫേഴ്സ് ടു ദ ഇംഗ്ലീഷ് കോമഡി റൈറ്റേഴ്സ് ആൻഡ് പെർഫോംഡ് ഇൻ ദ റെസ്റ്റോറേഷൻ പീരിയഡ്. ആ പീരിയഡ് തന്നിട്ടുണ്ട് 1660-710. Comedy of manners is used as the synonym of restoration comedy. Clear അല്ലേ? Yes. അടുത്ത ചോദ്യം, which of the Alexander Pope's poems begins with the line shut the door, good John, fatigued I set? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, എപ്പിസ്റ്റൽ ഓഫ് ഡോക്ടർ ആർബറ്റ്നോട്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഓർക്കുക. ദ എപ്പിസ്റ്റൽ ഓഫ് ആർബറ്റ്നോട്ട് ഈസ് എ സറ്റയർ ഇൻ പോയറ്റിക് ഫോം അല്ലേ. ഇതൊരു സറ്റയർ ആണ്, പോയറ്റിക് ഫോമിലുള്ള ഒരു സറ്റയർ ആണെന്ന് പറയുന്നു. ആരാൽ? ബൈ അലക്സാണ്ടർ പോപ്പ്. ആരെ അഡ്രസ് ചെയ്യുന്നു? ഹിസ് ഫ്രണ്ട് ജോൺ ആർബറ്റ്നോട്ട്. വർഷം ഓർത്ത് വയ്ക്കുക, 1753. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ടത്. അടുത്ത ചോദ്യം, ദ സ്റ്റേറ്റ്മെന്റ് ഓൺ വൺ ഹാസ് ടു കൺവേ in a language that is not one's own the spirit that is one's own appears in. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, കാന്തപുര. രാജാറാവുസ് ഫസ്റ്റ് നോവലാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ നോവൽ പ്രസിദ്ധീകരിച്ച ആ കാന്തപുര പബ്ലിഷ് ചെയ്ത വർഷം 1938 ആണ്. ഓർത്തു വയ്ക്കുക, ഇത് ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ വില്ലേജ് ഓഫ് സൗത്ത് ഇന്ത്യ. ഓക്കെ, സൗത്ത് ഇന്ത്യയിലെ ഒരു വില്ലേജ് ആണ് നെയ്മഡ് കാന്തപുര. ദ നോവൽ വാസ് ആൻ അക്കൗണ്ട് ഓഫ് ഇമ്പാക്ട് ഓഫ്, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഗാന്ധിസ് ടീച്ചിങ് ഓഫ് നോൺ വയലൻസ് ആൻഡ് റെസിസ്റ്റൻസ് അഗൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പോൾ അതിൻ്റെ കഥാതന്തു ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗാന്ധിസ് ടീച്ചിങ് ഓഫ് നോൺ വയലൻസ് റെസിസ്റ്റൻസ് അല്ലേ. നോൺ വയലൻസ്, ഗാന്ധിയുടെ പഠനം നോൺ വയലൻസും അത് എങ്ങനെ നമ്മളെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു നോവലാണ് കാന്തപുര. ആരാണിത്?
രാജ റാവുയുടെ നോവലാണ്, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവലാണ്. പബ്ലിഷ് ചെയ്ത വർഷം ഓർക്കുക 1938. അടുത്തത് മാച്ച് ദ ഓതേഴ്സ് ആണ്. ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഗബ്രിയൽ ഗാർഷ്യോ മാർക്കിസിൻ്റെ തന്നെയാണ് ആദ്യത്തെ നോവൽ ദ ഓട്ടം ഓഫ് ദി പെട്രിയാർക്കിയ. ഓക്കെ, പാട്രിയാർക്ക്. അത് വർഷം ഓർത്ത് വയ്ക്കുക. അത് പബ്ലിഷ് ചെയ്ത വർഷം 1975 ആണ്. അദ്ദേഹത്തിൻ്റെ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ വർഷം ഓർത്ത് വയ്ക്കുക 1985 ആണ്. 1985. ദെൻ ദ ടിൻ ഡ്രം, ഇറ്റ്സ് എ നോവൽ ബൈ ഗുന്തർ ഗ്രാസ് അല്ലെ, ഗുന്തർ ഗ്രാസിൻ്റെ 1959 ദ ടിൻ ബേൺ ഗുന്തർ ഗ്രാസ് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ടോണി മോറിസൺ ബിലവറ്റ്, ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1987. അപ്പോൾ ഇവർ രണ്ടുപേരും അല്ല ഇത് അല്ലേ, ഈ വർക്കുകൾ നമുക്ക് കിട്ടിയല്ലോ. ദ ടിൻ ബേൺ ഗുന്തർ ഗ്രാസ് ആൻഡ് ബിലവറ്റ് ടോണി മോറിസൺ. ഏത് വർഷം എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഗുന്തർ ഗ്രാസിൻ്റെ 1959 ദ ടിൻ ബേൺ പബ്ലിഷ് ചെയ്യുന്നത്. ടോണി മോറിസന്റെ 1987 ബിലവഡ് പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ ദ ഓട്ടം ഓഫ് ദി പാട്രിയാർക്ക് 1975 നമ്മുടെ ഗബ്രിയൽ ഗാർഷ്യോ മാർക്കസ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. ഇറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഇയർ 1985. ഇറ്റ്സ് ഇൻ ദ ഇയർ 1975. ഓക്കെ, നോട്ട് ഇൻ ദ സെയിം ഇയർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് വിമൻ റൈറ്റേഴ്സ് ഡിഡ് നോട്ട് റിസീവ് ദ നൊബൽ പ്രൈസ്? ഇതിൽ ഈ ഒരു ഗ്രൂപ്പിൽ കിട്ടാത്തവർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ തന്നെയാണ് നമ്മുടെ ബുച്ചി മെച്ചാറ്റ. ഓക്കെ, ബുച്ചി മെച്ചാറ്റയ്ക്കാണ് നൊബൽ പ്രൈസ് കിട്ടാത്തത്. അവരെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ, ഷീ ഈസ് എ നൈജീരിയൻ നോവലിസ്റ്റ് based in Britain who has published more than 20 novels അല്ലേ, ഏകദേശം 20 ബുക്സോളം അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നൈജീരിയൻ നോവലിസ്റ്റ് ആണെന്നുള്ളത് ഓർക്കുക. അവരുടെ പ്രധാന കൃതികളൊന്ന് ഓർത്ത് വയ്ക്കുക. സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ പബ്ലിഷ്ഡ് ഇൻ 1974. The Bride Prize 1976. The Sales Girl 1977. The Joy of Motherhood 1979. ഓക്കെ, അപ്പോൾ അത് ബുച്ചി മെച്ചാറ്റയുടെ ആണ് എന്നുള്ളത് ഓർക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് ആൻ ഓസ്ട്രേലിയൻ ഓതർ? തന്നിരിക്കുന്നതിൽ ഓസ്ട്രേലിയൻ ഓതർ അല്ലാത്തത് മാർഗരറ്റ് ലോറൻസ്. അദ്ദേഹം കാനഡിയൻ റൈറ്റർ ആണ് അല്ലേ, ഓർത്ത് വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1926 to 1987. വൺ ഓഫ് ദി മേജർ ഫിഗേഴ്സ് ഇൻ കനേഡിയൻ ലിറ്ററേച്ചർ. അദ്ദേഹം നോവലിസ്റ്റ് ആണ്, ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണെന്നും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, ദ തുളസി ഓഫ് നെയ്പാൾസ് എ ഹൗസ് ഫോർ മിസസ് ബിസ്വാസ് ലിവ്ഡ് ഇൻ. ഓപ്ഷൻ ഡി ആണ് ഹനുമാൻ ഹൗസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ VS നെയ്പാളിൻ്റെ ഫസ്റ്റ് വർക്കാണ് അച്ചീവ്ഡ് വേൾഡ് ക്ലെയിം. ഓക്കെ, അക്ലെയിംഡ് ദ വേൾഡ് വൈഡ്. ഓക്കെ, ശ്രദ്ധ പിടിച്ചുപറ്റിയ അദ്ദേഹത്തിൻ്റെ VS നെയ്പാളിൻ്റെ ആദ്യത്തെ വർക്ക് തന്നെയാണ് എ ഹൗസ് ഓഫ് മിസ്റ്റർ ബിസ്വാസ് എന്ന് പറയുന്നത്. അത് പബ്ലിഷ് ചെയ്ത വർഷവും കൂടെ ഓർത്ത് വെക്കുക 1961. ഓക്കെ, അടുത്ത ചോദ്യം, ദ കൊട്ടേഷൻ എ റെപ്പറ്റീഷൻ ഇൻ ദ ഫൈനൈറ്റ് മൈൻഡ് ടു ദ എറ്റേണൽ ആക്ട് ഓഫ് ക്രിയേഷൻ ഇൻ ദ ഇൻഫൈനൈറ്റ് ഐ ആം അപ്പിയേഴ്സ് ഇൻ ബയോഗ്രഫിയ ലിറ്ററേറിയ. ഓക്കെ, ബയോഗ്രഫിയ ലിറ്ററേറിയ ഇത് ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. ഡിസ്കോഴ്സ് ബൈ സാമുവൽ ടൈലർ കോളറിഡ്ജ്, ST കോളറിഡ്ജിൻ്റെ പബ്ലിഷ് ചെയ്ത വർഷം ഓർത്ത് വയ്ക്കുക 1817. 2 വോളിയൂംസിലും 23 ചാപ്റ്റേഴ്സും അടങ്ങുന്നതാണ്. അതിലാണ് അദ്ദേഹം ഈ കോട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എ റെപ്പറ്റീഷൻ ഇൻ ദ ഫൈനൈറ്റ് മൈൻഡ് ഓഫ് ദി എറ്റേണൽ ആക്ട് ഓഫ് ക്രിയേഷൻ ഇൻ ദ ഇൻഫൈനൈറ്റ് ഐ ആം. ആരുടെയാണ്? ST കോളറിഡ്ജിൻ്റെ ബയോഗ്രഫിയ ലിറ്ററേറിയ എന്നുള്ള കൃതിയിലാണ് അദ്ദേഹം ഇത് പറയുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒരു മിനിറ്റ്, നമുക്ക് ആ ബയോഗ്രഫിയ ലിറ്ററേറിയയുടെ ഒരു സബ് ടൈറ്റിലും കൂടെ ഓർത്ത് വെക്കുക. ബയോഗ്രഫിയ സ്കെച്ച് ഓഫ് മൈ ലിറ്ററേച്ചർ ലൈഫ് ആൻഡ് ഒപ്പീനിയൻ. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ബയോഗ്രഫിയ, ജസ്റ്റ് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യാം. ബയോഗ്രാഫിയ. ഓക്കെ, ബയോഗ്രഫിയ സ്കെച്ചസ്, ബയോഗ്രഫിയ സ്കെച്ചസ് ഓഫ് മൈ ലിറ്ററേച്ചർ ലൈഫ് ആൻഡ് ഒപ്പീനിയൻ. ഓക്കെ,
ഒപ്പീനിയൻസ്. ചിലപ്പോൾ നമുക്ക് സബ് ടൈറ്റിൽ ചോദിക്കുന്ന ഒരു ശീലമുണ്ട് എക്സാമിന്, അപ്പോൾ അതും കൂടെ ഒന്ന് ഓർക്കുക. ബയോഗ്രഫിയ ലിറ്ററേറിയ ഓർ ബയോഗ്രഫിയ സ്കെച്ച് ഓഫ് മൈ ലിറ്ററേച്ചർ ലൈഫ് ആൻഡ് ഒപ്പീനിയൻ, ST Coleridge, published in 1817 with 2 volumes and 23 chapters. അടുത്തത് fearful symmetry appears in the poem The Tiger. ഓക്കെ, ആരുടെയാണ്? വില്യം ബ്ലേക്കിൻ്റെ ആണ് അല്ലെ, ഇംഗ്ലീഷ് പോയറ്റ് വില്യം ബ്ലേക്ക്, പബ്ലിഷ്ഡ് ഇൻ 1794. ഓർക്കേണ്ട കാര്യം, ഇത് ഒരു സിസ്റ്റർ പോയം ഓഫ് ദ ലാംബ്. ദ ലാംബും വില്യം ബ്ലേക്കിൻ്റെ തന്നെയാണ് അല്ലെ, അതിനെ പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റർ പോയം ഓഫ് ലാംബ്, എ റിഫ്ലക്ഷൻ ഓഫ് സിമിലർ ഐഡിയാസ് ഫ്രം ദ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ, the quotation, when a man is capable of being in uncertainties, mysteries, doubts, without any terrible reaching after, irritable reaching after fact and reason, is the definition of, നമുക്കിത് അൺസർട്ടനിറ്റി, കൺഫ്യൂഷൻ അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പിടികിട്ടുന്ന ഒരു കാര്യമാണ് അല്ലേ. ജോൺ കീറ്റ്സിൻ്റെ, റൊമാൻറ്റിക് പോയിറ്റ് ആയിട്ടുള്ള ജോൺ കീറ്റ്സ് 1817 മുന്നോട്ട് വെച്ച ആശയമാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി. അദ്ദേഹം പറയുന്നത് എന്താണ്? അത് നമ്മുടെ പൊയറ്റിക് വർക്കിൻ്റെ ആർട്ടിസ്റ്റിക് ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ നമ്മൾ മനഃപൂർവ്വമായിട്ട് എന്ത് ചെയ്യുന്നു, ഇൻ്റലക്ച്വൽ കൺഫ്യൂഷൻ, അൺസർട്ടനിറ്റി യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് അഭിപ്രായപ്പെട്ടത് റൊമാൻറ്റിക് പോയറ്റ് ആയിട്ടുള്ള ജോൺ കീറ്റ്സ് ഇൻ ദ ഇയർ 1817. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസ് റൈറ്റേഴ്സ് ഡു നോട്ട് ബിലോങ് ടു ദ റൊമാൻറ്റിക് പീരിയഡ്? ഗിബൺ ആണ് ശരി ഉത്തരം, എഡ്വേർഡ് ഗിബൺ. ഓക്കെ, കാലഘട്ടം ഓർത്തു വെക്കുക, അദ്ദേഹത്തിൻ്റെ 1737 to 1794. ഓക്കെ, എഡ്വേർഡ് ഗിബണിൻ്റെ ലൈഫ് ആൻഡ് ഡെത്ത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്, ദ ഹിസ്റ്ററി ഓഫ് ദി ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റോമൻ എംപയർ, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 6 volumes between the period of 1776 and 1788. is known for quality and irony of its prose. Okay, അപ്പോൾ അത് അറിയപ്പെടുന്നത് അതിൻ്റെ ക്വാളിറ്റി ഓഫ് ഐറണി ആൻഡ് ഇറ്റ്സ് പ്രോസ്. ഓക്കെ, അപ്പോൾ ആ വർക്ക് ഒന്ന് ഓർത്ത് വെക്കുക, ദ ഹിസ്റ്ററി ഓഫ് ദി ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റോമൻ എംപയർ. ഇറ്റ്സ് വർക്ക് ബൈ എഡ്വേർഡ് ഗിബൺ. ഓക്കെ, എഡ്വേർഡ് ഗിബൺ, പബ്ലിഷ്ഡ് between 1776 and 1788. ഓക്കെ, അടുത്ത ചോദ്യം, ദ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്, ലിഡിയ ആൻഡ് വിക്മാൻ എലോബ്ഡ് ടു. ഓപ്ഷൻ സി ആണ്, ഗ്രൻറ്റ ഗ്രീൻ അല്ലേ. എങ്ങോട്ടാണ് അവർ എസ്കേപ്പ് ആകുന്നത് അല്ലെങ്കിൽ ഒളിച്ചോടുന്നത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അവർ പോകുന്നത് ഗ്രറ്റ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. ഇറ്റ്സ് എ നോവൽ ഓഫ് മാനേഴ്സ് ബൈ ജെയിൻ ഓസ്റ്റൻ, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1813. ഓക്കെ, ഇത്രയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തു വെക്കേണ്ടത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് തിങ്കർ കൺസെപ്റ്റ് പെയർസ് ഇറ്റ് കറക്റ്റ്ലി? അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഡെറിഡയാണ് ഡികൺസ്ട്രക്ഷൻ. ഓക്കെ, നമുക്ക് ഡികൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ഔട്ട്ലുക്ക് കൺസേൺഡ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെക്സ്റ്റ് ആൻഡ് മീനിങ്. ഓർത്തു വെക്കുക, ഇത് ടെക്സ്റ്റ് ആൻഡ് മീനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ക്രിട്ടിക്കൽ ഔട്ട്ലുക്ക് ആണ്. ഓക്കെ, കൺസേൺഡ് വിത്ത് ദ റിലേഷൻ ബിറ്റ്വീൻ ടെക്സ്റ്റ് ആൻഡ് ഔട്ട്ലുക്ക്. ജോൺ ഡെറിഡ അല്ലേ, അതിൽ നമുക്ക് ജേക്കസ് ഡെറിഡ, ജോൺ ഡെറിഡ അല്ല, ജേക്കസ് ഡെറിഡ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 1967 അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ഓ ഗ്രാം മെറ്റോളജിയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഡികൺസ്ട്രക്ഷൻ. ഇൻട്രൊഡ്യൂസ് ദ മെജോറിറ്റി ഓഫ് ഐഡിയ ഓഫ് ഇൻഫ്ലുവൻഷ്യൽ വിത്ത് ഇൻ ഡികൺസ്ട്രക്ഷൻ. അത് ആ വർക്ക് ഓർത്ത് വെക്കുക, ഓ ഗ്രാം മെറ്റോളജി, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1967. He gives an idea of deconstruction through his work, O gram methodology. ഇനി നമുക്ക് ഫ്രൈയുടെ വർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്ത, കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്തല്ല, മിസ്റ്റിസിസം അല്ല. ഫ്രൈയുടെ ആണെങ്കിൽ ആർക്കിടെക്റ്റൽ ക്രിറ്റിസിസം. ഓക്കെ, ഇതാണ് എന്നുള്ളത് ഓർക്കുക. ഇനി ഐ.എ. റിച്ചാർഡിൻ്റെ ആണെങ്കിൽ ന്യൂ ക്രിറ്റിസിസം ആണ്. ഓക്കെ, ഐ.എ. റിച്ചാർഡിൻ്റെത് ന്യൂ ക്രിറ്റിസിസം ആണ്, ഓർത്തു വയ്ക്കുക, ന്യൂ ക്രിറ്റിസിസം. അതുപോലെ ഈഗിൾട്ടൻ്റെ ആണെങ്കിൽ പൊളിറ്റിക്കൽ ക്രിറ്റിസിസം.
criticism. ഓക്കെ, സൈക്കോളജിക്കൽ അല്ല, പൊളിറ്റിക്കൽ ക്രിറ്റിസിസം ആണ്. ഐ റിച്ചാർഡിൻ്റെതാണെങ്കിൽ ന്യൂ ക്രിറ്റിസിസം ആണ് എന്നുള്ളതും ഓർത്ത് വെക്കുക. ഓക്കെ, ഫ്രയറിൻ്റെതാണ് ആർക്കിറ്റിപ്പൽ ക്രിറ്റിസിസം. ഓക്കെ, നെക്സ്റ്റ്, which of the following thinker concept pairs in the correct? ഓക്കെ, അതിൽ ഓപ്ഷൻ സി ആണ്. നമ്മുടെ കാവ്യപ്രകാശ് ഇറ്റ്സ് എ വർക്ക് ബൈ മമത, കുന്തക വക്രോതി ആൻഡ് ആനന്ദവർദ്ധന ധ്വന്യലോക. അതുപോലെ പണ്ഡിറ്റ് വാർ ശ്രീ വനം ഈസ് കാവ്യ അലങ്കാര. ശരിക്കും ഓപ്ഷൻ ബിയും ഇവിടെ ആൻസർ എടുക്കാമായിരുന്നു. വാമൻ എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫുൾ പേരാണ് പണ്ഡിറ്റ് വർ ശ്രീ വാമൻ അല്ലേ. അപ്പോൾ രണ്ട് ബിയും സിയും കറക്റ്റ് ആണ്. പക്ഷെ അന്ന് പരീക്ഷയ്ക്ക് എടുത്തത് സി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് പഠിച്ചു പോവാം. അപ്പോൾ പണ്ഡിറ്റ് വാർ ശ്രീ വാമൻ കാവ്യാലങ്കാര, ആനന്ദവർദ്ധനയുടെയാണ് എന്താണ് ധ്വന്യലോക, കുന്തകയുടെ വക്രോതി, ആൻഡ് മമതയുടെ ആണെങ്കിൽ നമുക്ക് എന്ത് പഠിച്ചു വയ്ക്കാം, കാവ്യപ്രകാശ. ഓക്കെ, നെക്സ്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസിൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ തന്നെയാണ് ഇവിടെ ശരി ഉത്തരം. നമുക്ക് ആ ഡേറ്റും കൂടെ, സ്ട്രക്ചറലിസത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് പോവാം. സ്ട്രക്ചറലിസം വന്നിട്ടുള്ളത് 1879 സ്ട്രക്ചറലിസം. ഡീകൺസ്ട്രക്ഷൻ വരുന്നത് 1967 ആൻഡ് റീഡർ റെസ്പോൺസ് വരുന്നത് 1960 to 1970 ആണ്. അങ്ങനെയാണ് അത് തേർഡ് പൊസിഷനിലാവുന്നത്. പിന്നെ ന്യൂ ഹിസ്റ്റോറിസം വരുന്നത് 1980s കേട്ടോ, 1980s ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ സ്ട്രക്ചറലിസം 1879 വർഷം ഓർത്ത് തന്നെ പഠിച്ചു വയ്ക്കുക. 1879, ഡീകൺസ്ട്രക്ഷൻ 1967, റീഡർ റെസ്പോൺസ് 1960 to 1970s, ന്യൂ ഹിസ്റ്റോറിസിസം 1980s. ഓക്കെ, ഹമർഷ്യ മീൻസ് തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലേ, എറർ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് നമുക്ക് കാണാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. പക്ഷേ ഇതൊരു ഗ്രീക്ക് ടേം ആണ് അല്ലെ, ഡിറൈവ് സം ഗ്രീക്ക് വിച്ച് മീൻസ് മിസ് ടു മാർക്ക് ഓർ എറർ. ഫസ്റ്റ് യൂസ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. ശരിക്കും ഇതെന്താണ് സംഭവിക്കുന്നത്, ഇറ്റ്സ് ആൻ എറർ ഓഫ് ജഡ്ജ്മെന്റ് ബൈ ദ പ്രൊട്ടഗോണിസ്റ്റ് അല്ലെ. പ്രധാന കഥാപാത്രം എന്ത് ചെയ്യുന്നു, തെറ്റുന്നു. അദ്ദേഹം ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യം തെറ്റുകയും അത് കാരണം അദ്ദേഹത്തിന് സംഭവിക്കുന്ന വീഴ്ച ലീഡ്സ് ടു ഡൗൺഫോൾ സച്ച് ആസ് മാക്ബത്ത്. ഉദാഹരണം മാക്ബത്ത് തന്നെയാണ് അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ദ ടേം ഗൈനോക്രിറ്റിസിസം വാസ് കോയിൻഡ് ബൈ, without any doubt we can go to the option B, Elaine Showalter. Okay, to describe a new literary project intended to construct, അത് അവരുടെ ഒരു ന്യൂ ലിറ്റററി പ്രോജക്റ്റ് ആണ്. അവർ ഉദ്ദേശിച്ചത് എന്താണ്, എ ഫീമെയിൽ ഫ്രെയിംവർക്ക് ഫോർ ദി അനാലിസിസ് ഓഫ് വിമൻ ലിറ്ററേച്ചർ അല്ലേ. അവർ അടുത്ത് വരുന്ന തലമുറ, അതായത് വിമൻ ലിറ്ററേച്ചറിന് വേണ്ടിയുള്ള ഒരു ടേം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗൈനോക്രിറ്റിസിസം, വേർ ദ വിമൻ ക്യാൻ റീഡ് റൈറ്റ്. ഓക്കെ, ഒരു പുതിയ പാത വെട്ടി തെളിക്കുന്ന എഴുത്തുകാരിയായിട്ട് മാറി എലൈൻ ഷോവാൾട്ടർ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഗൈനോക്രിറ്റിസിസം എന്ന് പറയുന്ന ആ ഒരു വേർഡ് കോയിൻ ചെയ്തത് എലൈൻ ഷോവാൾട്ടർ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കോട്ട്, എ ഫീമെയിൽ ഫ്രെയിം വർക്ക് ഫോർ ദി അനാലിസിസ് ഓഫ് വിമൻസ് ലിറ്ററേച്ചർ. താങ്ക് യു ഫ്രണ്ട്സ്.